കേരളം, ഇന്ത്യയുടെ തെക്കേ അതിർത്തി. ഈ കൊച്ചു സംസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ജനജീവിതത്തെ ഒഴിവാക്കാനാവാത്ത വിധം നിരന്തരം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. കുറഞ്ഞ കാലം കൊണ്ട് മാധ്യമരംഗത്തുണ്ടായ അതിശയകരമായ വളർച്ച ഈ മേഖല നിത്യജീവിതത്തിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നു എന്നതിനുദാഹരണമാണ്. ഈ കാലഘട്ടത്തിൽ മറ്റേതൊരു മാധ്യമത്തെക്കാൾ ഉപരി ഇലക്ട്രോണിക് മീഡിയയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് വ്യക്തമാകുന്നു. ടി വി പരസ്യങ്ങൾ ഒരേ സമയം കണ്ണുകളുടെയും കാതുകളുടെയും മനസ്സിൻ്റെയും ശ്രദ്ധയാകർഷിക്കുന്നു. ഒരിക്കൽ കണ്ട പരസ്യങ്ങൾ ദീർഘകാലം ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു. ഏതു പ്രായക്കാരെയും ടി വി പരസ്യങ്ങൾക്ക് ആകർഷിക്കുവാൻ കഴിയും. ടി വി പരസ്യങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ ലോകത്തിൻ്റെ ഏത് കോണിലും എത്തിക്കുവാൻ കഴിയുന്നു. പത്രമാധ്യമങ്ങളുടെ പ്രിന്റിംഗ്, സർക്കുലേഷൻ, എഡിഷൻ തുടങ്ങിയ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഇലക്ട്രോണിക് മീഡിയയ്ക്ക് ബാധകമാകുന്നില്ല. ടി വി ചാനലുകളിലെ ഇന്നത്തെ ലൈവ് ന്യൂസാണ് നാളത്തെ പത്രം. കടലാസുകളിൽ ഒളിഞ്ഞിരിക്കുന്ന പരസ്യങ്ങളെക്കാൾ ക്ഷണിക്കപ്പെടാതെ നിങ്ങൾക്കിടയിലേക്ക് കടന്നുവരുന്ന, നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ആകർഷിക്കുന്ന ടി വി പരസ്യങ്ങളല്ലേ കൂടുതൽ എഫക്റ്റീവ്? കേരളം 3.5 കോടി ജനങ്ങൾ, 65 ലക്ഷം വീടുകൾ, 50 ലക്ഷം വീടുകളിൽ കേബിൾ കണക്ഷൻ, കൂടാതെ ഡിഷ് ആന്റിനകളും. ടി വി ചാനലുകളിൽ നിങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു പരസ്യം കേരളത്തിനകത്തും പുറത്തും വിദേശത്തും ഉള്ള മലയാളികളിൽ ഒരേ സമയം എത്തുന്നു. 1-ാം സ്ഥാനം അവകാശപ്പെടുന്ന പത്രം അവരുടെ സർക്കുലേഷൻ 16 ലക്ഷമായ വാർത്ത കേരളത്തിലെ 50 ലക്ഷം വീടുകളിലെ 2.5 കോടിയിലധികമുള്ള ജനങ്ങളിൽ എത്തിക്കാൻ ടി വി ചാനലുകളിൽ കോടികൾ ചിലവഴിക്കുന്നു. വനിതാ പ്രസിദ്ധീകരണങ്ങളുടെയും കലണ്ടറുകളുടെയും സെയിൽസ് പ്രൊമോഷനു വേണ്ടിയും ഇവർ ടി വി ചാനലുകളെ ആശ്രയിക്കുന്നു. 2-ാം സ്ഥാനം അവകാശപ്പെടുന്ന പത്രം അവർ പ്രചരിപ്പിക്കുന്ന പുതിയ സംസ്കാരം കേരളത്തിലെ 50 ലക്ഷം വീടുകളിലെ 2.5 കോടിയിലധികം ജനങ്ങളിൽ എത്തിക്കുവാനും ടി വി ചാനലുകളെ തന്നെ ആശ്രയിക്കുന്നു. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് പത്രങ്ങൾ പോലും പരസ്യത്തിനായി അവർ നീക്കിവച്ചിരിക്കുന്ന ഫണ്ട് ബുദ്ധിപൂർവം ഉപയോഗിക്കുന്നു എന്നതാണ്. നിങ്ങൾ പരസ്യത്തിന് മുടക്കുന്ന പണത്തിന് പൂർണ്ണമായ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധം ജനങ്ങളിലേക്ക് പരസ്യം എത്തിച്ചേരുന്നു എന്ന് ഉറപ്പുവരുത്തുന്നുണ്ടോ? ഉൽപ്പന്നങ്ങൾ ഓരോന്നും വ്യത്യസ്തങ്ങളാണ്. അതുപയോഗിക്കുന്ന ജനങ്ങളും വിവിധ തരക്കാരാണ്. പരസ്യത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്ന മീഡിയ അല്ലെങ്കിൽ പ്രോഗ്രാം ഇവയെല്ലാം ലക്ഷ്യമിടുന്ന ജനങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നതാണ് പ്രധാന വസ്തുത. ഇതിനായി പൂർണ്ണ മൂല്യം ലഭിക്കുന്ന രീതിയിൽ പരസ്യത്തിനായി നീക്കിവെച്ചിരിക്കുന്ന ഫണ്ട് ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ എവിടെയാണ് പരസ്യം ചെയ്യേണ്ടത്? എങ്ങനെയാണ് പരസ്യം ചെയ്യേണ്ടത്? പരസ്യത്തിനുള്ള ബജറ്റ് എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം? Effective ad planning in right time. ABS Channel Plus. Visual Media Advertising Private Limited. An ISO 9001-2000 certified company. Advertising company for South Indian TV channels. Mobile 9388779111 9847109400. Email abschannelplus@gmail.com. ABS Channel Plus.